ക്വസ്റ്റ്യൻ മോഡൽ 2018 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ഗാൽനിക് സെല്ലിൻ്റെ ഫിഗറാണ്. ഇവിടെ എഴുതാൻ മറന്നുപോയതാണ്. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഗാൽനിക് സെല്ലാണ്. ഇതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ എ ആൻഡ് ബി ഇലക്ട്രോഡ്? ഇതിൽ എയും ബിയും ഇലക്ട്രോഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പരീക്ഷയ്ക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കണം. ഇലക്ട്രോഡ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ തന്നേക്കുന്നത് സിങ്ക് നൈട്രേറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ എയിൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞേക്കുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ഇലക്ട്രോഡ് സിങ്ക് ആയിരിക്കും. അതുപോലെ തന്നെ ബിയിലെ സൊല്യൂഷൻ ഏതാണെന്ന് നോക്കുക. നിക്കൽ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഇലക്ട്രോഡ് ഏതായിരിക്കും? നിക്കലായിരിക്കും. ഇനി ഫ്രം വിച്ച് മെറ്റൽ ടു വിച്ച് മെറ്റൽ ഡു ഇലക്ട്രോൺ ഫ്ലോ ടേക്ക് പ്ലേസ്? ഏത് മെറ്റലിൽ നിന്ന് ഏത് മെറ്റലിലോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്? നമുക്കറിയാം ഇലക്ട്രോൺ ഫ്ലോ, ഗാൽനിക് സെല്ലിലെ ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. ഗാൽനിക് സെല്ലിൽ ഇലക്ട്രോൺ ഫ്ലോ ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടായിരിക്കും. അപ്പോൾ ആനോഡ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് വരുന്നത് സിങ്കാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് വരുന്നത് ഏതാണ്? നിക്കൽ. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡിൽ നിന്ന്, അതായത് സിങ്കിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക്, അതായത് നിക്കൽ, സിങ്കിൽ നിന്ന് നിക്കലിലോട്ടാണ് ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. ഇനി ഇതിൽ സി ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് മെറ്റൽ ആക്ട് ആസ് ആനോഡ്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് മെറ്റലാണ്? ഉടനെ ഗാൽനിക് സെല്ലിൻ്റെ കേസിൽ ആനോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് വന്നേക്കുന്നത് ഏതാണ് നോക്കുക. നെഗറ്റീവ് ഇലക്ട്രോഡ് വന്നേക്കുന്നത് സിങ്ക് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? സിങ്ക്. ഇനി ഇതിൻ്റെ പോലെ തന്നെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? നിക്കലായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മിച്ചിരിക്കുക. ഇതിൽ ഡി ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കെമിക്കൽ ഇക്വേഷനിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഇനി ഇതിൽ നമുക്കറിയാം നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡായിരിക്കും. ഈ ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രവണത, അതായത് അതിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആനോഡ് എന്ന് പറഞ്ഞത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാരണം സിങ്ക് ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ കാഥോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. കാഥോഡിൽ വരുന്നത് നിക്കലാണ്. കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വാങ്ങിക്കുക. അപ്പോൾ നിക്കൽ 2+ 2 ഇലക്ട്രോണെ മേടിച്ചിട്ട് നിക്കലായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ആനോഡിലും കാഥോഡിലും വരുന്നത്. അതായത് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, അതുപോലെ ഇവിടെ റിഡക്ഷൻ നടക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതാം. ഒന്നിൽ ഓക്സിഡേഷൻ നടക്കുന്നു, രണ്ടാമത്തിൽ റിഡക്ഷൻ നടക്കുന്നു. എന്നിട്ട് അത് രണ്ടും കൂട്ടി ചേർന്നിട്ട് ഇത് രണ്ടും കൂട്ടി അങ്ങോട്ട് എഴുതുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. ഇനി കുറച്ച് പോയിന്റ്സും കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതായത് നമുക്കിവിടെ പിക്ചറിൽ ഗാൽനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് തന്നേക്കുന്നത്. ഈ ഗാൽനിക് സെല്ലിന് പകരം വോൾട്ടായിക് എന്ന് പറഞ്ഞ സെല്ലാണ് തന്നേക്കുന്നതെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗാൽനിക് സെല്ലെന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ വോൾട്ടായിക് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽനിക് സെല്ലിന് പറയണ മറ്റൊരു പേരാണ് വോൾട്ടായിക് സെല്ല്. അതുപോലെ തന്നെ ഇവിടുത്തെ ആനോഡ് എന്ന് പറഞ്ഞതും കാഥോഡ്, ആനോഡ് ഉണ്ടായിരിക്കും, കാഥോഡ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. അത് അടുത്തതിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഗാൽനിക് സെല്ലിലെ ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്ന് പറഞ്ഞത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. ഇങ്ങനെ രണ്ടാമത്തെ പോയിന്റ് ഇത് പഠിച്ചിരിക്കണം. വോൾട്ടായിക് സെല്ലിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗാൽനിക് സെല്ല്. ഇതിലെ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്, കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇലക്ട്രോൺ ഫ്ലോ എവിടുന്ന് എങ്ങോട്ടായിരിക്കും? അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ നടക്കുക. ഇതൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. അതേപോലെ തന്നെ ആനോഡ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഓക്സിഡേഷൻ.
അതുപോലെ കാഥോഡ് എന്ന് പറഞ്ഞത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇത് പഠിച്ചിരിക്കണം. ഇതിലൊരു കോഡ് പറയാണ്, റെഡ് കാറ്റ് ആൻഡ് ഓക്സ്. ഗാൽവനിക് സെൽ അഥവാ വോൾട്ടൈക് സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലും ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും. ഇത് വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഡ് ഉപയോഗിച്ച് പഠിച്ചാലും മതി. കാഥോഡിൽ വോൾട്ടൈക് സെല്ലിൻ്റെ കാര്യത്തിൽ അഥവാ ഗാൽവനിക് സെല്ലിൻ്റെ കാര്യത്തിൽ കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിഡക്ഷൻ. ഇനി ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക. അതൊന്ന് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്. ഒരു അയൺ റിങ്ങിനെ കോപ്പർ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണം. അതായത് ഈ അയൺ റിങ്ങിനെ തുരുമ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയത്. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് ഇലക്ട്രോലൈറ്റാണ് യൂസ് ചെയ്യുക? ഇവിടെ കോപ്പർ വെച്ചിട്ടായതുകൊണ്ട് തന്നെ കോപ്പർ സൾഫേറ്റിൻ്റെ ഇലക്ട്രോലൈറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? കോപ്പർ സൾഫേറ്റ്. ഇനി കോൺസെൻട്രേറ്റഡ് ഓർ ആർ കൺവേർട്ടഡ് ഇൻ ടു ദർ ഓക്സൈഡ്. ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ അതിൻ്റെ തന്നെ ഓക്സൈഡാക്കി മാറ്റുന്ന രണ്ട് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഒന്നാമത്തത് നെയിം ഓഫ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? റോസ്റ്റിംഗ്. അതേപോലെ തന്നെ വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് കാർബണേറ്റ് ഓർസ്. കാർബണേറ്റ് ഓർസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്? കാൽസിനേഷൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രസൻസ് ഓഫ് എയറിൽ റോസ്റ്റിംഗ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് എയറിൽ കാൽസിനേഷൻ. അതേപോലെ തന്നെ സൾഫൈഡ് ഓറിൻ്റെ കേസിൽ നമ്മൾ ഏത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിച്ചു കാർബണേറ്റ് ഓർസ്, അതേപോലെ തന്നെ ഹൈഡ്രോക്സൈഡ്സ്. ഇതിനൊക്കെ നമ്മൾ ഓക്സൈഡാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഉപയോഗിക്കാം. എന്നാൽ സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു കഴിഞ്ഞാൽ വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് സൾഫൈഡ് ഓർ? ഏതായിരിക്കും? റോസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രോസസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ്. H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കുറേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. H2SO4ൻ്റെ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ്സ്. വിച്ച് ഈസ് എ കാറ്റലിസ്റ്റ് യൂസ്ഡ്. ഈ റിയാക്ഷൻ സ്ലോ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരെന്താണ്? V2O5 എന്നറിയപ്പെടുന്ന വനേഡിയം പെൻഡോക്സൈഡ്. വനേഡിയം പെൻഡോക്സൈഡ്. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞത് H2SO4ൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്താണ്? വനേഡിയം പെൻഡോക്സൈഡ്, V2O5 എന്ന് പറയും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടേക്ക് സം ഷുഗർ ഇൻ എ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് ഷുഗർ എടുത്തിട്ട് അതിൽ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു. എന്തായിരിക്കും അതിൻ്റെ ഒബ്സർവേഷൻ? എന്തായിരിക്കും? ഷുഗർ എന്ന് പറഞ്ഞത് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതാണ് അതിൻ്റെ ഒബ്സർവേഷൻ. ഈ കോൺസെൻട്രേറ്റഡ് H2SO4 ഉപയോഗിക്കുമ്പോൾ ഷുഗർ എന്തായിട്ട് മാറും? ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. വിച്ച് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് H2SO4 ഈസ് ഷോൺ. ഇതിൽ എന്ത് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുന്നത്? അതായത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ഓഫ് H2SO4. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീഹൈഡ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ്. അതായത് വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാണ്ടാക്കി അതിനെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവാണ് ഇവിടെ H2SO4 കാണിച്ചത്. അതുകൊണ്ടാണ് ഷുഗർ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറിയത്. വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഗാൽവനിക് സെൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഡയഗ്രാം റെപ്രസെൻറ്റ് എ ഗാൽവനിക് സെൽ. ഇവിടെ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എനർജി ടേക്കിംഗ് പ്ലേസ്. ഇവിടെ എനർജി ടേക്കിംഗ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും, അത് ഏത് എനർജി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനിക് സെൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെമിക്കൽ എനർജീനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ എനർജി
കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞാലും കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. രണ്ടാമത്തത് അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്. നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ് ആവാൻ ഉള്ളൊരു പ്രവണതയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന ഏത് ഇലക്ട്രോൺ അവിടെ ഉള്ളത്? ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഗാലിക് സെല്ലിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഏതാ വരുന്നത്? മാഗ്നീഷ്യം Mg, അതായത് ആനോഡ്. ഈ Mgയിലാണ് നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലാണ്, അതായത് മഗ്നീഷ്യത്തിലാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. ഇനി ഐഡൻറ്റിഫൈ കാഥോഡ്. വോൾട്ടൈക് സെൽ അഥവാ ഗാലിക് സെല്ലിലെ കാഥോഡ് എന്ന് പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ ഇവിടുത്തെ കാഥോഡ് ഏതാണ്? കോപ്പർ അഥവാ Cu. ഇനി റിയാക്ഷൻ ഇൻ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വേടിക്കാൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ അവിടെ നടക്കുന്നത്, വേടിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? 2 ഇലക്ട്രോണെ വേടിച്ചിട്ട് കോപ്പറായിട്ട് മാറുന്നു. Cu2+ +2e നെഗറ്റീവ് 2 ഇലക്ട്രോണെ വേടിക്കുകയാണ് ചെയ്തത്, എന്നിട്ട് കോപ്പറായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. 2 ഇലക്ട്രോണെ വേടിക്കുന്നത് എവിടെയായിരിക്കും? റിഡക്ഷനിലായിരിക്കും. അത് പഠിച്ചു വയ്ക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് അമോണിയം ഹീറ്റും ഉണ്ടാകുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ്. അതായത് ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്നൊരു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റിയാക്റ്റിൻ്റെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്ത് വ്യത്യാസം വരുന്നു? ഒന്ന്, ടെമ്പറേച്ചർ കുറയുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിൽ, ഇത് ഞാൻ എഴുതിയേക്കുന്നതാണ്, അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എഴുതിയേക്കുന്നതാണ്. ക്വസ്റ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ കുറയുമ്പോൾ, പ്രഷർ കൂടുമ്പോൾ, അതുപോലെ തന്നെ അമോണിയ പ്രൊഡ്യൂസ്ഡ് ഈസ് റിമൂവ്ഡ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സിസ്റ്റം. ഉണ്ടാവുന്ന അമോണിയ, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയയാണ്. ഈ അമോണിയ പെട്ടെന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ, ആദ്യം ആലോചിക്കുക, ടെമ്പറേച്ചർ കുറയുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ പ്രഷർ കൂടുമ്പോഴും എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് കൂടും. അതുപോലെ തന്നെ ഈ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് മാറ്റുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ അളവ് ഇവിടെ കുറയും. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. അതായത് റിയാക്റ്റൻ്റ് കൂടി ചേർന്ന് പ്രൊഡക്റ്റായിട്ട് മാറുന്ന ആ ഒരു റേറ്റ് കൂടുതലായിട്ട് നടക്കുമ്പോൾ വീണ്ടും പ്രൊഡക്റ്റിൻ്റെ അളവ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് കൂടണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കുറയണം, പ്രഷർ കൂടണം. അല്ലെങ്കിൽ ഈ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് സിസ്റ്റത്തിൽ നിന്ന് മാറ്റുമ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട് വൈഗ്രസ്ലി വിത്ത് ഡയലൂട്ട് HCl. അതായത് ഇതിൽ ഏത് മെറ്റലാണ് ഡയലൂട്ട് HCl ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, അതായത് വേഗത്തിൽ അഥവാ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഏത് മെറ്റലാണ്? മെഗ്നീഷ്യം. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസ് ഡയലൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ വൈഗ്രസ്ലി റിയാക്ട് ചെയ്യുന്നത് ആദ്യത്തേത് മെഗ്നീഷ്യമാണ്. അത് കഴിഞ്ഞാൽ സിങ്കാണ്, അത് കഴിഞ്ഞാൽ അയൺ, അത് കഴിഞ്ഞാൽ ലെഡ്, അത് കഴിഞ്ഞാൽ കോപ്പർ. അപ്പോൾ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എത്രത്തോളം റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കണക്ക് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഇതിലത്തെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൈഗ്രസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡയലൂട്ട് HCl ആയിട്ട് ഏത് മെറ്റലാണ് റിയാക്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഗ്നീഷ്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഈ മെറ്റൽ HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്യാസാണ് അവിടെ ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിരിക്കണം. ഇതിലിപ്പം സിങ്കിനെ കൊടുത്തിട്ടില്ല, എന്നാൽ മെഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ റിയാക്ട് ചെയ്യുന്നത് സിങ്കാണ്. അതേപോലെ തന്നെ ഡയലൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ് NaCl ഇസ് കണ്ടക്റ്റഡ്. ഇവിടെ ഇലക്ട്രോലൈസിസിന് വിധേയമാക്കിയത് ആരെയാണ്? മോൾട്ടൻ സോഡിയം ക്ലോറൈഡിനെയാണ് ഇലക്ട്രോലൈസിസിന് വിധേയമാക്കിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ അയോൺസ് പ്രസൻറ്റ് ഇൻ NaCl. ഈ സോഡിയം ക്ലോറൈഡിൽ പ്രസൻറ്റ് ആയിരിക്കുന്ന അയോൺസ് ഏതൊക്കെയാണ്? നമുക്കറിയാം Na+, അതായത് സോഡിയം അയോൺസും അതേപോലെ തന്നെ
Cl- എന്നറിയപ്പെടുന്ന ക്ലോറൈഡ് അയോൺസ്. ഈ 2 അയോൺസ് ആണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന അയോൺ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ദ പോസിറ്റീവ് അയോൺ? പോസിറ്റീവ് അയോൺ, അതായത് ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ ഇലക്ട്രോലൈസിസിൽ പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് ഏതാണ്? കാറ്റയോൺ. കാറ്റയോണെയാണ് പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം Na+ ഉണ്ട്, Cl- ഉണ്ട്. ഇതിൽ പ്ലസ് വരുന്നതാണ് ഇവിടെ പോസിറ്റീവ് അയോൺ. അപ്പോൾ ഇവിടുത്തെ ഏതാണ്? Na+. അതിന് നമ്മൾ വിളിക്കുന്നതാണ് കാറ്റയോൺസ്. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ നെഗറ്റീവ് അയോൺ? നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് നമുക്കറിയാം Cl- ആണ്, അതായത് ആനയോൺ. ആനയോണെയാണ് ഇവിടെ നെഗറ്റീവ് അയോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ നെഗറ്റീവ് അയോൺ ഏതാണ്? Cl-. അപ്പോൾ 2 തരത്തിലുള്ള അയോൺസ് ഉണ്ട്, കാറ്റയോൺസ് ഉണ്ട്. കാറ്റയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആണ്, ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസ് ആണ്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ രൂപത്തിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കാം. വിച്ച് ഈസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ഇലക്ട്രോലൈറ്റിക് സെല്ലിലുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഗാലിക് സെൽ അഥവാ വോൾട്ടൈക് സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പഠിച്ചത് കാഥോഡിനെയാണ്. അവിടുത്തെ പോസിറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിലുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? നേരെ റിവേഴ്സ്. ഇവിടുത്തെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് ആനോഡാണ്. ഇതാണ് ഗാലിക് സെല്ല് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് രണ്ടും അങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇവിടുത്തെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡാണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡാണ്. ഗാലിക് സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്, പക്ഷേ ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. അത് രണ്ടും അങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഇലക്ട്രോഡ് പോസിറ്റീവ് അയോൺ അട്രാക്റ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ്? ഇവിടെ പോസിറ്റീവ് അയോൺ ഏത് ഇലക്ട്രോഡിലേക്കാണ് പോവുക? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണോ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണോ? ആദ്യം തന്നെ നോക്കേണ്ടത് പോസിറ്റീവ് അയോൺ. പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് എന്താണ്? കാറ്റയോൺ. കാറ്റയോണെയാണ് നമ്മൾ പോസിറ്റീവ് അയോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് Na+ ആണ്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ ഈ പോസിറ്റീവ് അയോൺ എവിടേക്ക് പോകും? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്. നെഗറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിക് സെൽ അഥവാ ഇലക്ട്രോലിസിസിൽ വരുന്ന നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡ്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് പോണ സ്ഥലം ഏതാണ്? കാഥോഡ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടു വിച്ച് ഇലക്ട്രോഡ് നെഗറ്റീവ് അയോൺ അട്രാക്റ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ്? ഇവിടുത്തെ നെഗറ്റീവ് അയോൺ ഏത് ഇലക്ട്രോഡിലേക്ക് പോകും? ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാം. നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് ആനയോൺസിനെയാണ് നെഗറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് Cl- ആണ്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് പോകുന്നത് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക്. കണ്ട, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാകെ തെറ്റും. ഗാൽനിക് സെല്ലും ഇതും വളരെ വ്യത്യാസമാണ്. ഗാൽനിക് സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡ് ആണെങ്കിൽ ഇവിടുത്തെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡാണ്. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ചേഞ്ചസ് ഹാപ്പൻസ് ടു ദ അയോൺ വിച്ച് ആർ അട്രാക്റ്റഡ് ടു ദ കാഥോഡ്? കാഥോഡിലേക്ക് പോയ അയോൺ ഉണ്ടല്ലോ, കാഥോഡ് എന്ന് പറഞ്ഞത് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ആണ് കാഥോഡിലേക്ക് പോവുക. അപ്പോൾ ഈ കാഥോഡിൽ വെച്ചിട്ട് എന്താ നടക്കുന്നത്? നമ്മൾ ഇന്നലെ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് കാറ്റ് ആൻഡ് ഓക്സ്. റെഡ് കാറ്റ് ആൻഡ് ഓക്സ്, അതായത് കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് എന്താണ്? അതിൽ ഒരു വ്യത്യാസവും ഇല്ല. കാഥോഡിൽ റിഡക്ഷനും ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ കാഥോഡിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? റിഡക്ഷനാണ്. ആ അയോൺസിന് റിഡക്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞത് ഇലക്ട്രോണെ വാങ്ങാനുള്ളൊരു ടെൻഡൻസിയാണ് അവിടെ അയോൺസ് കാണിക്കുക. എന്നാൽ വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ അയോൺ വിച്ച് ആർ അട്രാക്റ്റഡ് ടു ദ ആനോഡ്? അല്ല, ഗാലിക് സെല്ലിലും അഥവാ വോൾട്ടൈക് സെല്ലിൽ അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിലും ഏതിലായാലും എന്തായിരിക്കും? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്. അത്തരം അയോൺസിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അത്തരം അയോൺസ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ളൊരു പ്രവണത കാണിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ കാഥോഡ്. ഇങ്ങനത്തെ ഒരു കാര്യം NaCl മോൾട്ടൺ NaCl ഇലക്ട്രോലൈസിസിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആലോചിക്കുക, കാഥോഡ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ആലോചിക്കുക. അതായത് നെഗറ്റീവ് ഇലക്ട്രോഡിനെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ
കാഥോഡിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ആണ് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി പോസിറ്റീവ് അയോൺസ്, ഇവിടുത്തെ പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് Na+ ആണ്. അതും മൂന്നാമത്തെ പോയിന്റ്. ഇനി റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കാഥോഡിൽ എന്താണ് സംഭവിക്കുക? കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ Na+ ഇലക്ട്രോണെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്നു. ഇവിടെ Na+ ഒരു ഇലക്ട്രോണെ മേടിച്ചിട്ട് Na ആയിട്ട് മാറുന്നു. അതായത് ഇവിടെ നടക്കുന്നത് റിഡക്ഷനാണ്. ഇവിടെ ഇലക്ട്രോണ് വാങ്ങിക്കലാണ് നടക്കുന്നത്. ഈ ഒരു ഫോർമാറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വാങ്ങിക്കുന്നത് വിട്ട് കൊടുക്കുന്ന ആ ഫോർമാറ്റ് പഠിക്കണം. അപ്പോൾ ഇവിടെ Na+ എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോണ് മേടിച്ചിട്ട് Na ആയിട്ട് മാറുന്നു. ഇവിടെ കാഥോഡ് നടക്കുന്നത് റിഡക്ഷൻ ആണ്. ഇതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ആനോഡ്. ഇതേപോലെ ചെയ്താൽ മതി. ഇവിടെ ആലോചിക്കുക, ആനോഡ് എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നെഗറ്റീവ് അയോൺസ് ആണ് അട്രാക്റ്റ് ചെയ്യപ്പെടുക. ഇവിടെ നെഗറ്റീവ് അയോൺ അഥവാ ആനയോൺ എന്ന് പറയുന്നത്, നെഗറ്റീവ് അയോൺസിനെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയുന്നത്. ഈ Cl- ഈ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആനോഡിൽ എപ്പോഴും നടക്കുന്നത് എന്താണ്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോണെ വിട്ടുകളയാണ് ഇവിടെ Cl- ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? Cl- ഗീവ്സ് Cl+1e നെഗറ്റീവ്. അതായത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. ഈ വിട്ടുകൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ Cl- ഗീവ്സ് Cl+1e നെഗറ്റീവ്. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ഫോർമാറ്റ് പഠിക്കണം. ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഇസ് ദ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്? ഇവിടെ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് വരുന്ന കാരണം ക്ലോറിൻ ആയിരിക്കും അവിടുത്തെ ഗ്യാസ്. പക്ഷെ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് Cl-, അതായത് മൈനസ് അയോൺസ്, അതായത് നെഗറ്റീവ് അയോൺസ് ആണ് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഏത് ഗ്യാസ് ആയിരിക്കും? ക്ലോറിൻ ഗ്യാസ് ആയിരിക്കും ഉണ്ടാവാം. അതേപോലെ ഇവിടെ നോക്കിയാൽ വിച്ച് ഇസ് ദ മെറ്റൽ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്? കാഥോഡ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് പോസിറ്റീവ് അയോൺസ് ആണ് അട്രാക്റ്റ് ചെയ്യപ്പെടുക. ഇവിടുത്തെ പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് Na+ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മെറ്റൽ ഏതാണ്? സോഡിയം. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി ഓരോ ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യണേ.